പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മലങ്കര കത്തോലിക്ക സഭയിൽ മാവേലിക്കര രൂപതയെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ ആഴ്ച. മാർ പോളികാർപ്പസ് സ്ഥാനം ഏൽക്കുകയും അതിനെ തുടർന്ന് 3 നിയമനങ്ങൾ നടത്തുകയും ചെയ്തു. ഒന്നാമത് മോൺസിഞ്ഞോറായിട്ട് ബഹുമാനപ്പെട്ട ജോബ് കല്ലുള അച്ഛനെയും, സെക്രട്ടറി ആയിട്ട് കൈതവന അച്ഛനെയും, പ്രൊക്രേറ്ററായിട്ട് ഫ്രാൻസിസ് പ്ലാവറക്കുന്നേൽ അച്ഛനെ നിയോഗിച്ചു. 3 പേർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അധികാരം ഏറ്റെടുക്കുന്ന ഒരു കുരിശാണ്. കൂടുതൽ ഉത്തരവാദിത്വം നമ്മുടെ മനസ്സിലേക്കും ശിരസിലേക്കുമൊക്കെ എത്തിച്ചു. എനിക്ക് പുഴിക്കാടുകാരനും കൈതവന അച്ഛനെക്കുറിച്ച് അത്യാവശ്യം നന്നായി സംസാരിക്കാൻ സാധിക്കും. അദ്ദേഹം എൻ്റെ നല്ല ഒരു ഫ്രണ്ടുകൂടാണ്. അതോടൊപ്പം തന്നെ പ്ലാവറക്കുന്നേൽ അച്ഛൻ ചേതനയുടെ ഡയറക്ടറായിരുന്ന സമയത്ത് അറിയാം. അത്രേ എനിക്ക് പറയാൻ സാധിക്കുന്നുള്ളൂ. അദ്ദേഹം കല്ലുവാതകൽക്കാരനാണ്. എന്നാൽ എനിക്ക് ഇന്ന് മലങ്കര സഭയിൽ ഏറ്റവും സ്നേഹത്തോടെ പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വം ജോബ് കല്ലുളയച്ഛനാണ്. മറ്റുള്ളവരാരും മോശമെന്നല്ല അതിൻ്റെ അർത്ഥം. ജോബ് കല്ലുളയച്ഛനെ ഞാൻ ചെറുപ്പത്തിലേ കാണുന്നതാണ്. എൻ്റെ സീനിയറായിട്ട് പഠിച്ചത്. സെമിനറിയിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് സഭയോടൊരു പ്രത്യേക സ്നേഹവും മമതയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ കണ്ടിരുന്ന 1-2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് മനുഷ്യനെ സ്നേഹിക്കാനും മനുഷ്യനെ സേവിക്കാനും ആഗ്രഹിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അന്നത്തെ കാലഘട്ടത്തിലുള്ള മെഡിക്കൽ കോളേജിലെ സന്ദർശനങ്ങൾ, രക്തദാനത്തിനുള്ള മനസ്സ്, ഇതൊക്കെ വളരെ ആത്മാർത്ഥതയോടെ കാണുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം ആലോചിക്കണം, അന്ന് നാലഞ്ചിറ മേജർ സെമിനാരി ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ. ആ മേജർ സെമിനാരി ആയി വരുന്ന കാലഘട്ടത്തിൽ നിന്ന് കാക്കനാട്ട് അച്ഛനാണ്, അദ്ദേഹം ഇപ്പം ബിഷപ്പ് എമെരിറ്റൂസാണ്. ആ കാലഘട്ടത്തിലൊക്കെ എനിക്ക് തോന്നുന്നു സാം ബരുവേൽ അച്ഛനൊക്കെ അതിനകത്തുള്ള വളരെ താല്പര്യത്തോടെ, വളരെ തീക്ഷ്ണതയോടെ കാക്കനാട്ട് അച്ഛനോടൊപ്പം ചേർന്ന് ഈ സെമിനറിയുടെ നിർമ്മിതിയിൽ പങ്കെടുത്ത വ്യക്തിയുടെയാണ് ജോബച്ചൻ. അപ്പോൾ അന്നത്തെ സെമിനാരിക്കാരും അത്യാവശ്യം ജോലിയാണ്, അല്ലെങ്കിൽ കാക്കനാട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടും. വളരെ മനോഹരമായിട്ട് സുന്ദരമായ വാക്ക് കാച്ചി കുറുക്കി മുഖത്ത് നോക്കി പറയാൻ കഴിവുള്ള വ്യക്തിയാണ്. ഭയമില്ലാത്ത വ്യക്തിയായിരുന്നു കാക്കനാട്ട് അച്ഛൻ. അപ്പോൾ തീർച്ചയായിട്ടും അന്ന് സഭയോട് സഹകരിച്ച് നിൽക്കുന്ന ജോബച്ചനെ എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നീട് അദ്ദേഹത്തിൻ്റെ യാത്ര, അദ്ദേഹം കൊട്ടാരക്കര അമ്പലപ്പുറം സ്വദേശിയാണ്. മാതാപിതാക്കൾ KM കൊച്ചുമ്മൻ, അമ്മ മേരിക്കുട്ടി. അപ്പോൾ ഇവരുടെയൊക്കെ അവരുടെ കുടുംബ പശ്ചാത്തലത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ മാതാപിതാക്കളുടെ പ്രാർത്ഥന, മാതാപിതാക്കളുടെ ഉള്ളാർന്ന സ്നേഹം, കനിവാർന്ന സ്നേഹം, ഇതൊക്കെ കുഞ്ഞുങ്ങളിലേക്ക് സന്നിവേശിക്കപ്പെട്ടു എന്നതിൻ്റെ ഒരു മകുടോദാഹരണമാണ് ജോബച്ചൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസമൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാം കൊട്ടാരക്കര കേന്ദ്രീകൃതമായിരുന്നു. അതിനുശേഷം സെൻ്റ് അലോഷ്യസ് മൈനസ് സെമിനാരിൽ വന്ന് കീപ് ദ റൂൾ വിൽ കീപ്പ് യു എന്ന് പഠിപ്പിച്ച സെൻ്റ് അലോഷ്യസ് ഗോൺസാഗ എന്ന് അങ്ങനെ പറയാം അല്ലേ. സെൻ്റ് അലോഷ്യസ് അത് വിശുദ്ധൻ. ആ വിശുദ്ധനെ ഒത്തിരി ഞങ്ങളൊക്കെ മനസ്സിലാക്കുകയും പഠിക്കാനും ശ്രമിച്ചവരാണ്. അതിനുശേഷം US അദ്ദേഹം പോയിട്ടുണ്ട്. 10-28 പള്ളികളിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അത് മീൻസ് അൽമായയുടെ ഒരു പിൻബലം അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. അപ്പോൾ മാറിവാനിസ് പിതാവിൻ്റെ മണ്ണിലേക്കാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. അദ്ദേഹം മാറിവാനിസ് കോളേജ് ഓഫ് ലീഗൽ സ്റ്റഡീസിൻ്റെയും ഡയറക്ടറായിട്ട് ഇരുന്ന വ്യക്തിയാണ്. അപ്പോൾ അവസാനം അദ്ദേഹം നമ്മുടെ മാവേലിക്കര രൂപതയിലെ ഒരു കോളേജിലും ഡയറക്ടറായിട്ടിരുന്നതാണ്. ഞാനിത് ഇത്രയും പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല. സഭ എപ്പോഴും ഉറച്ചു നിൽക്കുന്നത്, ഞാൻ ഒരു ഉദാഹരണം പറയുന്നത്, എപ്പോഴും ഒരു കുരിശ് ഏറ്റവും മുകളിലുണ്ടെന്ന് ചിന്തിക്കുക. ഒരു പള്ളിയുടെ ഏറ്റവും മുകളിൽ കുറേ കുരിശുണ്ട്, വലിയ കുരിശ്. പാളയം പള്ളിയുടെ മുകളിൽ യേശുക്രിസ്തുവിൻ്റെ ഒരു വലിയ രൂപം വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ രൂപം നിൽക്കുന്നത് താഴെ വെച്ചിരിക്കുന്ന കുറേ ചീള് കല്ലുകളും ചാന്തുകളുമാണ്. അപ്പോൾ ഈ ചീള് കല്ലിനെയും ചാന്തിനെയും താങ്ങി നിർത്താൻ സഭയുടെ നേതൃത്വത്തിന് സാധിക്കട്ടെ. അത് ജോബച്ചന് പ്രത്യേകം സാധിക്കും, കൈതവനയ്ക്ക് സാധിക്കില്ല എന്നല്ല, പ്ലാവറക്കുന്നേലിന് സാധിക്കില്ല എന്നല്ല ഞാനീ പറയുന്നത്. പോളികാർപ്പസ് പിതാവ് തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ സഭ ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു തൃഷ്ണ, ഐക്യം ഉണ്ടാകട്ടെ. അപ്പം ഞാൻ ജോബച്ചൻ്റെ മനുഷ്യസ്നേഹം തീർച്ചയായും അത് ക്രിസ്തുവിൽ അധിഷ്ഠിതമായി ഈ സമൂഹത്തിലേക്ക് ഇറങ്ങട്ടെ. ഏത് സമയത്തും വെളിപ്പുറത്ത് എത്തും, അതെനിക്ക് നന്നായിട്ട് അറിയാം. ഏത് സമയത്തും എത്തും. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക കഴിവാണ്. ആ കഴിവ് യുവജനത്തെ ഒരുമിച്ച് നിർത്താൻ അദ്ദേഹം സാധിച്ചിട്ടുണ്ട്. യുവജന ഡയറക്ടറായിട്ടിരുന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പിടിച്ചാൽ കിട്ടാത്തൊരു വിഭാഗം ആരെന്ന് ചോദിച്ചാൽ യുവജനമാണ്. തിരിച്ചു നിന്നാൽ മറുതലിച്ച് നിൽക്കും, പക്ഷേ അവരെയും നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പം 3 പുതിയ അപ്പോയിൻമെൻറ്റ്സ് എടുത്ത് ജോബച്ചനും പിന്നെ
കൈതവനയ്ക്കച്ഛനും പ്ലാവറക്കുന്നേലിനും എല്ലാ നന്മകളും നേരുന്നു. ജോൺസൺ കരൂർ.